ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിനെ തുടർന്നുള്ള ആദ്യ ഞായറാഴ്ച. ഇന്ന് തിരുസഭ നമുക്ക് വചനവിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 13 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇന്ന് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ദിവസം. ഏറെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ പോലെ ആകാനുള്ള അവിടുത്തെ വിളിയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ ഈശോയുടെ പുണ്യജനനം യാഥാർത്ഥ്യമായ നിമിഷം അഹങ്കാരിയായ, അധികാരമോഹിയായ ഒരു ഹെറോദോസിൻ്റെ നിന്ദ്യമായ പെരുമാറ്റം മൂലം കൊല ചെയ്യപ്പെട്ട നൂറുകണക്കിന് കുഞ്ഞുമക്കളുടെ ഹൃദയഭേദകമായ നൊമ്പരം ചെല്ലുന്ന ഓർമ്മ നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്ന ഒരു ദിവസം. തൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, തൻ്റെ അധികാര കസേര, തൻ്റെ സിംഹാസനം തന്നെ വിട്ടൊഴിയാതിരിക്കാൻ ഒരു നെറികെട്ട രാജാവിൻ്റെ തരം താണ പരിപാടികളാണ് നമ്മൾ കണ്ടത്. യഹൂദരുടെ രാജാവായി ഒരുവൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത എത്രയോ കാലങ്ങൾക്ക് ശേഷം അവനൊരു രാജാവിൻ്റെ റോളിൽ വരുമ്പോൾ താൻ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ലായിരുന്നപ്പോഴുള്ള മണ്ടേത്തരം പോലും മറന്ന് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വ്യക്തിയെ നമ്മൾ കാണും. അവൻ വിശ്വസിച്ച് ചതിയിൽപ്പെടുത്താൻ പരിശ്രമിച്ച പൂജരാജാക്കന്മാർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ ഒരു കൊടിയ തന്ത്രമാണ് രാജാവിൻ്റെ മനോമുഖരത്തിൽ വിരിയുന്നത്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു പൈതങ്ങളെയെല്ലാം അവൻ കൊന്നുകളഞ്ഞു. ആ ക്രൂരമായ രാത്രിയിൽ എത്രയോ കുഞ്ഞുങ്ങളുടെ ആർത്തനാദം ആ മലഞ്ചെരുവുകളിലൊക്കെ ഉയർന്നു. എത്രയോ അമ്മമാർ തങ്ങളുടെ സന്താനങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ വാവിട്ട് കരഞ്ഞിരുന്നാണ്. എത്രയോ പേര് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തു. എത്രയോ പേര് ഡിപ്രഷൻ പോലെയുള്ള വലിയ രോഗങ്ങളിലേക്ക് വീണുപോയിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങളുടെ ഏക സന്താനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കൊടിയ പീഡകൾ മുഴുവൻ നടത്തിയത് രാജാവിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം. ഇന്നും പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുമക്കളെ നമ്മൾ ഈ രാത്രിയിൽ, ഈ ദിവസത്തിൽ ഓർക്കണം. നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മറന്ന് ലോകമോഹങ്ങളുടെയും രാസലഹരിയുടെയും പിടിയിലമർന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നും കരുതുന്ന യുവജനങ്ങൾ പലരും വഴിവിട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകളിൽ ഈ ക്രൂര കൊലപാതകത്തിൻ്റെ അലയൊലികളില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? അബോർഷൻ എന്ന വലിയ പാപത്തിൻ്റെ അടിമകളായിട്ട് ഒരുപക്ഷെ ജീവിതത്തിലെ സന്തോഷം എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയെത്ര മക്കൾ ഒരുപക്ഷെ നമ്മുടെ പരിചയവൃന്ദങ്ങളിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരിക്കലും തോരാത്ത കണ്ണീര്, ഒരിക്കലും വിരിയാത്ത മുഖപ്രസാദം, ജീവിതത്തിൽ നിന്ന് സന്തോഷം എന്നേക്കുമായി പടിയടയ്ക്കപ്പെടുന്ന ദിവസം അബോർഷൻ്റെ വലിയ സംഭാവനയാണ്. മാക്ബത്ത് എന്ന സിനിമയിൽ ലേഡി മാക്ബത്ത് കഥാപാത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒരു രംഗമുണ്ട്. നാടകത്തിൻ്റെ ആദ്യന്തം ലേഡി മാക്ബത്തിനെ വേദിയിൽ കാണുന്നത്
ഹലൂസിനേഷൻ ബാധിച്ച ഒരു സ്ത്രീയായിട്ടാണ്. അവരുടെ കൈകളിൽ എപ്പം നോക്കിയാലും ചോരക്കറയാണ്. അവൾ സോപ്പിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കൈ കഴുകി തൂവാല കൊണ്ട് തുടച്ച് വീണ്ടും കസേരയിൽ വന്നിരുന്ന് എപ്പോഴെങ്കിലും അറിയാതെ കയ്യിൽ നോക്കുമ്പോൾ വീണ്ടും ചോരക്കറ. അബോർഷൻ എന്ന കൊടിയ പാപത്തിൻ്റെ മൂർത്തമായ ഒരു സങ്കല്പമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഓർക്കാം, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈ കൊടിയ പാതകം നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു കുഞ്ഞു മകൻ്റെ മകളുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വഴിവിട്ട പെരുമാറ്റമോ എൻ്റെ വഴിവിട്ട ജീവിതത്തിൻ്റെ മേഖലകളോ ഏതെങ്കിലും ഒരു ജീവൻ്റെ തുടിപ്പിന് അന്ത്യം കുറിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കാതിരിക്കാനാവില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞു പൈതങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം, അവരെ ചേർത്ത് പിടിക്കാം. മാതാപിതാക്കന്മാരുടെ സ്നേഹം നഷ്ടപ്പെടുന്ന, അവരുടെ പരിഗണന നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് എന്ന് നാം മറക്കാതിരിക്കുക. നമ്മളൊക്കെ വായിച്ചും കേട്ടും കണ്ടും ഓർമ്മയിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടല്ലോ. ഒരു ക്ലാസ് ടീച്ചർ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഒരു ചോദ്യം: നിങ്ങൾ നാളെ ആരായി തീരണമെന്നാണ് ആഗ്രഹം. അബ്ദുൽ കലാം ആസാദ് പൊതുച്ചു വെച്ച ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ കുഞ്ഞുങ്ങളെ വലിയ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് പൈലറ്റാകണം, ഡോക്ടറാകണം, കളക്ടറാകണം, എഞ്ചിനീയറാകണം, വൈദികനും കന്യാസ്ത്രീയും ഒക്കെ ആകണം. ആ ഉത്തരങ്ങളുടെ ഇടയിൽ നിന്ന് ക്ലാസ് ടീച്ചർ കയ്യക്ഷരം പരിചയമുള്ളത് കൊണ്ട് എടുത്തുയർത്തിയൊരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നു: എനിക്കൊരു മൊബൈൽ ഫോണാകണം. ആ പേപ്പർ എടുത്തിട്ട് ടീച്ചറിൻ്റെ കൈവിറച്ചു. വായിച്ചപ്പോൾ അവളുടെ സ്വരമിടറി. അവൾ തിരിച്ചറിഞ്ഞു, തൻ്റെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകനാണ് അത് എഴുതി വച്ചിരിക്കുക. അവളെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ആ കുറിമാനവുമായിട്ട് പോയി. രണ്ടുപേരും കൂടെ മോനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നാളെ ആരായിത്തീരണമെന്ന ചോദ്യത്തിന് കൊച്ചെന്താ മൊബൈൽ ഫോണെന്ന് എഴുതി വെച്ചത്? അവൻ പറഞ്ഞു, ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഒന്നും എടുത്തിട്ടില്ല, എന്നെ മടിയിലിരുത്തിയിട്ടില്ല, എനിക്കൊരു ഉമ്മ തന്നിട്ടില്ല. പക്ഷെ ഞാൻ കാണാറുണ്ട് പലപ്പോഴും എൻ്റെ പപ്പയും മമ്മിയും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഈ മൊബൈൽ ഫോണിനെ സ്നേഹിക്കുന്നു. മൊബൈൽ ഫോണിലെ പൊടി തൂത്ത് കളയുന്നത് മാത്രമല്ല, മൊബൈൽ ഫോണിന് പലവട്ടം ഉമ്മ കൊടുക്കുന്നതും അവർ കണ്ടു. ഈ കൊച്ചു ബാലൻ കണ്ടു. ഇത് കഥയോ ഫാൻറ്റസി വീഡിയോയോ എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കരുതൽ കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കന്മാർ ഇത്രയധികം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സമയം കിട്ടാത്ത മാതാപിതാക്കന്മാരുണ്ടോ? കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും നിശ്ചയമില്ലാത്ത അപ്പന്മാർ ഉണ്ടായില്ലേ? മക്കൾക്ക് വേണ്ടിയിട്ട് കരുതലുള്ള, സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള, അവരെ സ്നേഹിച്ച് മതിതീരുവോളം സ്നേഹിക്കുന്ന എത്ര കാരണവന്മാരിവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള് എങ്ങനെയെങ്കിലുമൊക്കെ ജനിച്ചാൽ പോരാ, നമ്മുടെ മക്കള് എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നാൽ പോരാ, നമ്മുടെ മക്കള് എങ്ങനെയെങ്കിലുമൊക്കെ ഒടുങ്ങിയാൽ പോരാ. ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിനെല്ലാം അപ്പനെന്ന് പേര് കൊടുക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ പ്രസവിച്ചവൾക്ക് അമ്മയെന്നും പേര് കൊടുക്കാൻ പറ്റില്ല. അതിനും അപ്പുറത്ത് എന്തോ ഉണ്ട് അപ്പനെന്ന വികാരം, അമ്മയെന്ന വികാരം. അത് മക്കളുടെ ഹൃദയത്തിൽ വിരിയേണ്ട ഭാവമാണ്, അത് പുണ്യമാണ്. അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ നമ്മളുണ്ടോ എന്ന് മാതാപിതാക്കളെ
ഗൗരവത്തോടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. പണവും സ്വത്തും വസ്ത്രങ്ങളും അവർ ചോദിക്കുന്ന പോക്കറ്റ് മണിയും ഒന്നും അല്ല ഒരപ്പൻ്റെ അമ്മയുടെ സ്നേഹമെന്ന് പറയുന്നത്. അതവരെ ചേർത്ത് പിടിക്കില്ല, അവരെ മടിയിലിരുത്തില്ല. അവർക്ക് നമ്മുടെ അടുക്കൽ സ്വാതന്ത്ര്യം തോന്നില്ല. അതിന് നമുക്ക് സമയമുണ്ടോ? നമ്മുടെ കുഞ്ഞുമക്കളെ പ്രത്യേകമായി ഓർക്കുന്ന ദിവസം, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട അനാഥാലയങ്ങളിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നഷ്ടപ്പെട്ടവരൊന്നുമല്ല, നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആസ്വദിച്ച് തീർത്ത ജീവിതത്തിൻ്റെ ബാക്കിപത്രം ഉപേക്ഷിച്ച് കളഞ്ഞ ജന്മങ്ങൾ, അമ്മത്തൊട്ടിലുകളിൽ കണ്ടെത്തപ്പെട്ട ജീവിതങ്ങൾ. ഈ സമൂഹം നന്മയല്ല നമ്മുടെ മുമ്പിൽ പലപ്പോഴും അവതരിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ, എൻ്റെ കുടുംബം നന്മയുടെ ഈറ്റില്ലമായി മാറണം. കാരണം എൻ്റെ കുടുംബം നസ്രായൻ്റെ കയ്യൊപ്പുള്ള കുടുംബമാണ്. എൻ്റെ നസ്രായന് വേണ്ടിയിട്ട് അന്ന് കൊല ചെയ്യപ്പെട്ട പോലെ ഒരു കുഞ്ഞും ഇനി എൻ്റെ അശ്രദ്ധ കൊണ്ട് കൊല ചെയ്യപ്പെടാൻ പാടില്ല. എൻ്റെ അശ്രദ്ധ കൊണ്ട് സ്നേഹം ലഭിക്കാതെ പോകരുത്. എൻ്റെ അശ്രദ്ധ കൊണ്ട് പരിഗണന ലഭിക്കാതെ പോകരുത്. ഈ നല്ല ദിനത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കാം. എല്ലാ കുഞ്ഞു പൈതങ്ങൾക്കും ഈ പുണ്യദിനത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. മക്കളെ, നിങ്ങളെ കരുതുന്ന മാതാപിതാക്കൾ, നിങ്ങളെ കരുതുന്ന സഹോദരങ്ങൾ, നിങ്ങളെ കരുതുന്ന ആരോഗ്യമുണ്ട് നിങ്ങൾക്ക് ചുറ്റുമെന്നുള്ള വലിയ ആത്മബലം നിങ്ങൾക്ക് ശക്തിയാകട്ടെ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുനാഥൻ നിങ്ങൾക്ക് തുണയും സങ്കേതവുമാകട്ടെ. അവനെ ചേർത്ത് പിടിച്ച അവൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, യേശുപിതാവും മാതാവും നിങ്ങളുടെ കൂട്ടിനുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.